അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിൽ ശ്രദ്ധിക്കണം കേട്ടോ. സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു യാത്രയുണ്ട്. ആ യാത്ര തൻ്റെ കൂടെ ഒരു വൃദ്ധനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ആ പോക്ക് അല്ലാഹു തആല ഒരു സന്ദർഭം ഉണ്ടാക്കിയതാണ്. ആ സന്ദർഭത്തിൽ മൂസാ നബിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾ ആരാണെന്നൊരു ചോദ്യം ഉണ്ടായി. ഒരു സന്ദർഭത്തിൽ മൂസാ നബിയുടെ സദസ്സിൽ നിന്ന് ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചതാണ്. അപ്പോൾ മൂസാ നബി മനസ്സിൽ കരുതി പോയി, അപ്പോൾ ഞാൻ തന്നെയായിരിക്കും. കാരണം മൂസാ നബി നബിയായിട്ട് അദ്ദേഹത്തിൻ്റെ അറിവിലുള്ളൂ. അപ്പോൾ ഞാൻ തന്നെയായിരിക്കും, എനിക്കാണ് വഹയ്യിൽ കിട്ടുന്നത് എന്നുള്ള നിലക്ക് നിന്നപ്പോൾ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞ രീതിയിൽ ഒരു യാത്ര ചെയ്യാൻ. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മത്സ്യമുണ്ട്. തൻ്റെ വൃത്തിനെ മത്സ്യം ഏൽപ്പിച്ചിട്ട് ഒരു മീൻ അത് ഏൽപ്പിച്ചിട്ട് ഒരു യാത്ര ചെയ്യും. യാത്ര വഴിവക്കിൽ വെച്ചിട്ട് ഒരിടത്ത് വിശ്രമിച്ചു. ഒരു കടലിൻ്റെ ഒരു തീരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. വിശ്രമം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റിട്ട് അവരവിടുന്ന് തിരിച്ചു വന്നപ്പോൾ വഴിയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്, ആ മത്സ്യം നമുക്ക് പാകം ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കൃത്യം പറയുന്നത്, അത് ഞാൻ മറന്നുപോയി. കൃത്യം പറയുന്നുണ്ട്, ഷെയ്ത്താനാണ് എന്നെ അത് മറപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതിൽ വേറെ ഹിക്മത്തുണ്ട് കേട്ടോ. ഷെയ്ത്താനാണ് എന്നെ മറപ്പിച്ച് കളഞ്ഞപ്പോൾ ഷെയ്ത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മറപ്പിച്ച് കളയും എന്നുള്ളൊരു ഹിക്മത്തുണ്ട്. പക്ഷേ അപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, ആ മീന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അഥവാ മീന് നഷ്ടപ്പെട്ടടുത്ത് തുടങ്ങുകയാണ് എന്ത്, ആ യാത്രയുടെ ലക്ഷ്യം അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. മൂസ തൻ്റെ കയ്യിലുള്ള ആ മത്സ്യം എവിടെ നിന്നാണോ നഷ്ടപ്പെടുന്നത്, എവിടെ നിന്നാണത് പോകുന്നത്, അവിടെ നിങ്ങൾ എൻ്റെ ഒരു ദാസനെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട് അള്ളാഹു തആല. അപ്പോൾ മൂസാ നബി ഇങ്ങനെ തിരിച്ചു പോയി നോക്കുമ്പോൾ മീനിങ്ങനെ ചാടി പോയ പാടുകൾ കാണുന്നുണ്ട്. ഈ പാടുകൾ നോക്കി സഞ്ചരിച്ചപ്പോൾ ദൂരെ പാട് ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാസൻ്റെ അടുത്താണ്. ആ ദാസന് ഇപ്പോൾ ഖിദർ നബി എന്നൊക്കെ പേര് അറിയപ്പെടുന്നുണ്ട്. പല രീതിയിൽ പല റിപ്പോർട്ടുകൾ ഉണ്ടാവാം, അത് ശരിയാണോ എന്നറിയില്ല. ആ പേരിലുള്ളത്, ആ പേര് എത്രത്തോളം സഹിയാണെന്നുള്ളത് അറിയില്ല. പക്ഷെ ആ പേരിൽ അറിയപ്പെടാം, ഒരു പേര് വിളിക്കാം, ഖിദർ നബി എന്നുള്ള പേരിൽ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ പ്രത്യേക ദാസന്മാരിൽപ്പെട്ടൊരു ദാസനെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന് അങ്ങനത്തെ ദാസന്മാർ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സൂറത്തുൽ കഹ്ഫ് വ്യക്തമായ ഖുർആനിൻ്റെ നേർക്ക് നെസ്സിന് അർത്ഥമുണ്ടാകണം. ആ നെസ്സിൻ്റെ അർത്ഥം അങ്ങനെയാണ്, അതായത് നമ്മുടെ ദാസന്മാരിൽ നിന്നുള്ള ഒരു ദാസനെ കണ്ടുമുട്ടി, നമ്മുടെ വിഷയനെ വയ്ക്കും. അങ്ങനെ അവർ കണ്ടപ്പോൾ, ആ ദാസനെ കണ്ടപ്പോൾ മൂസാ നബി ആവശ്യപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് അദ്ദേഹത്തിന് അറിയാം, മൂസാ നബിക്ക് അറിയാം, നിങ്ങളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം തരും. അപ്പോൾ ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഖിദർ നബി പറയുന്നുണ്ട്, മൂസ, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയൂല, എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മൂസാ നബി അദ്ദേഹത്തിൻ്റെ ആ സാധാ മനസ്സുകൊണ്ട് തിരിച്ചു മറുപടി പറഞ്ഞു, അല്ല, ഞാൻ ക്ഷമിച്ചേക്കാം, ഞാൻ നന്നായി ക്ഷമിക്കും. മൂസാ നബിക്ക് ആ ഒരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ ക്ഷമിക്കുമെന്നാണ്. അപ്പോഴാണ് ഖിദർ നബി ചോദിക്കുന്നത്, താങ്കൾക്ക് സൂക്ഷ്മമായി വിവരം കിട്ടാത്ത കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കാനാണ്? അതൊരു ഹിക്മത്താണ്. ഖുർആൻ പറയുന്ന ഒരു ആയത്തിൽ വ്യക്തമായിട്ട് ആ ഭാഗമുണ്ട്. എങ്ങനെയാണ് താങ്കൾ ക്ഷമിക്കുക? സൂക്ഷ്മമായ ഒരു വിവരണമില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കാനാണ്? അത് നമ്മുടെ ഇതിൽ ലൈഫിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മളൊരു വിഷയത്തിൽ വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഒരു ജോലിയിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ജോലിയെക്കുറിച്ച് നന്നായിട്ട് അറിയുമെങ്കിലേ നമുക്കത് ക്ഷമിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് വ്യാപലാതികൾ ഉണ്ടാവും. ആ ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ബിസിനസ് നന്നായിട്ട് അറിയണം. അപ്പോൾ നമ്മൾ ക്ഷമിച്ച് നിൽക്കുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞാൽ ലാഭം വരും, നമുക്ക് ബോധമാണ്, അറിവുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുള്ളൂ. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. നല്ല വിവരം കിട്ടിയാലേ നമ്മൾ അതിലെന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ. ഇസ്ലാമിൽ ഒരാൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ യഥാർത്ഥ മുഅ്മിനായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ നല്ല വിവരം വേണം. അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് യുക്തിവാദത്തിലേക്കോ അള്ളാഹു തന്നെ ഇല്ല എന്നുള്ളതിലേക്ക് എത്തിപ്പെടും.
സൂക്ഷ്മമായൊരു വിവരമാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഹിക്മത്ത് മൂസ നബിക്ക് കിട്ടി. അപ്പോഴും മൂസ നബി എന്ത് ചെയ്തു? ഇല്ല, ഞാൻ ക്ഷമിക്കുന്നു, അങ്ങോട്ട് ഏറ്റു. ശരി, കണ്ടീഷൻ വെച്ചു, എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, യാത്രയിൽ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പിരിയും. ശരി, നമ്മുടെ വിഷയം അവര് യാത്രയിൽ 3 സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ സന്ദർഭമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അങ്ങനെ അവര് ഖുർആൻ പറയാണ്, സൂറത്തുൽ കഹ്ഫിൽ വ്യക്തമായിട്ട് പറയുന്ന രംഗങ്ങൾ. അവരൊരു കപ്പലിൽ കയറിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കപ്പലാണ്. ഈ കപ്പലിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് അപ്പോ മൂസ നബി ആ കപ്പലിന്റെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു എന്നൊക്കെ പല വിശദീകരണങ്ങളിൽ പല രീതി കേൾക്കാറുണ്ട്. അത്രയും മനോഹരമായ കപ്പൽ, ആരെയും കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിലുള്ള കപ്പൽ. ആ കപ്പലിൽ കയറി യാത്ര തുടരുന്നതിന് ഇടയിൽ ഖദർ നബിയുടെ ജോലി എന്താണെന്നറിയോ? കപ്പലിൽ അവിടെ ഇവിടെ കോട്ടയാക്കലാണ്. അതിന് ദ്വാരം ഉണ്ടാക്കിയിട്ട് പല സൈഡുകളിലേക്ക് വെള്ളമൊക്കെ കയറലും പോവലൊക്കെ ആയിട്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു. ആ കപ്പലിന്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു. അപ്പൊ മൂസ നബിക്ക് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തിനാണ് അവിടെ അങ്ങനെ കപ്പല് സൗന്ദര്യം നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു ചിന്ത വല്ലാണ്ട് മൂസ നബി അലട്ടി. മൂസ നബിക്ക് അറിയാം ഒന്ന് ചോദിക്കാൻ പാടില്ല. പക്ഷേ മൂസ നബിനെ ആ അലട്ടലുണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ, ചോദ്യം, എന്തിനു ചെയ്തു എന്നുള്ളൊരു ന്യായം. കാരണം ഒരു നല്ല കപ്പലിനെ കേടുവരുത്തിയിട്ടുള്ളത്. അപ്പോ ചോദിച്ചു, എന്തിനാണ് ഇത് ചെയ്തത്? പാവങ്ങൾ കപ്പലല്ലേ? അപ്പൊ ഒരു പാവപ്പെട്ട കുറേ ആളുകൾ കൂടി ഉണ്ടാക്കിയ കപ്പലാണ്, കുറേ മത്സ്യത്തൊഴിലാളികൾ ഷെയർ ഇട്ടുണ്ടാക്കിയ കപ്പലാണ്, അവരുടേതായ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പലാണ്. അങ്ങനെ കപ്പലുകൾ എന്തിനിങ്ങനെ കേടുവരുത്തിയതെന്ന് ചോദിച്ചു. ഖദർ നബി പറയുന്നുണ്ട്, താങ്കളോട് നാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്നും ചോദിക്കരുത്. അപ്പോൾ മൂസ നബി പറയുന്നുണ്ട്, ക്ഷമിക്കണം, ഇനി ഞാനൊന്നും ചോദിക്കുന്നു. തുടർന്ന് പോവാണ്, ആ ചരിത്രം തുടർന്ന് പോവാണ്. അവസാനം മൂസ നബിക്ക് ഇതിന്റെ വിശദീകരണം ഖദർ നബി കൊടുത്തെടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ആ നാട്ടിലൊരു മലിക്കുണ്ട്, ഒരു രാജാവുണ്ട്. ആ രാജാവ് ഭംഗിയുള്ള കപ്പൽ കണ്ടാൽ അപ്പൊ പിടിച്ചെടുക്കും. ഈ പാവങ്ങളുടെ കപ്പൽ ഈ പാവങ്ങൾക്ക് സ്ഥിരപ്പെടണമെന്ന് നാം ആഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് ഖദർ നബി മറുപടി പറഞ്ഞത്. അതിലാണ് നമ്മുടെ പാഠം എടുക്കുന്നത്. 1ാമത്തെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതിനെന്താ പറയുന്നത് അറിയോ? അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക. ചില ആളുകൾ ഒരു കൈ ഇല്ലാണ്ട് ജനിക്കും, ചില ആളുകൾ കാഴ്ചയില്ലാതെ ജനിക്കും, ചില ആളുകൾ തീരെ സൗന്ദര്യം ഇല്ലാതെ ജനിക്കും, ചിലർ ദരിദ്രന്റെ വീട്ടിൽ ദരിദ്രന്റെ മക്കളായിട്ട് ജനിക്കും, ചിലർ സമ്പന്നന്റെ മക്കളായിട്ട് ജനിക്കും, ചിലർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവാം. ഇങ്ങനെ പല കാറ്റഗറൈസ് രീതിയിൽ അല്ലാഹു തആല ഓരോ മനുഷ്യന് സന്ദർഭം കൊടുക്കുന്നത്. അപ്പൊ ഈ ജനനം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതല്ല, നമുക്ക് അള്ളാഹു തന്നതാണ്. ഇപ്പൊ എനിക്ക് ഈ മൂക്ക് വേണം, ഈ കണ്ണ് വേണം, ഈ ഭംഗി വേണം, ഈ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും, എത്ര വിജ്ഞാനമാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളല്ല. ജനിക്കണ സമയത്ത് അത് അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. നമ്മളെ എന്താണ് അവൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത്. അല്ലാഹു തആല സൂറത്ത് ഇൻഫിത്താറിൽ പറയുന്നത് പോലെ നാം ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിൽ അവരെ സൃഷ്ടിച്ചു. ആ ഉദ്ദേശത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ട് നമ്മളെ രൂപമാണ്. പക്ഷേ ആ രൂപത്തിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു തന്നത് മുഴുവനും ഖൈറാണ്. അപ്പൊ ആ കപ്പല് മൂസ നബിയുടെ കണ്ണിൽ കണ്ടപ്പോൾ അത് കേടുവരുത്തിയതാണ്. യഥാർത്ഥത്തിൽ ആ കേടുവരുത്തൽ ആ കപ്പലിന് നല്ലതായിരുന്നു. ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആ കപ്പലിൽ നിലനിൽക്കണമെങ്കിൽ ആ കേട് ആവശ്യമായിരുന്നു. അപ്പൊ അള്ളാഹു ചില സബബുകൾ ഈ രീതിയിൽ വെച്ചിട്ടുണ്ടാവാം നമ്മുടെ മുമ്പിൽ. അത്തരത്തിലൊരു സബബ് ആണ് ഒരു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇപ്പോ നമ്മുടെ ജനിച്ചത് ദരിദ്ര വീട്ടിലാണ്, ആ ദാരിദ്ര്യം നമുക്ക് നന്മയായിരിക്കും. ആ ദാരിദ്ര്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷെ നമ്മൾ ദീനും ആയിക്കും ദീനി നിഷ്ഠയോടുകൂടി ജീവിക്കുന്നത്. സമ്പന്നനാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അള്ളാഹു നന്ദി കെട്ടവരായി മാറാം. ഇപ്പൊ സൗന്ദര്യവാനാണെങ്കിൽ ആ സൗന്ദര്യം കാരണം അയാൾ പരീക്ഷണത്തിൽപ്പെട്ട് അള്ളാഹുവിനെ മറന്നേക്കാം. അപ്പോൾ ഓരോ ആത്മാക്കൾക്ക് അനുയോജ്യമായത് അള്ളാഹു നൽകുകയാണ്. ശരീരം, ആ ആത്മാവിന് അള്ളാഹു കൊടുത്ത ശരീരം ബെസ്റ്റ് ആയിരിക്കും. അതിലൂടെയാണ് ആ ആത്മാവിന് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് എത്താനുള്ള നല്ലൊരു മേഖല അള്ളാഹു വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിനെ അതിജയിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത്? നന്ദി കെട്ടവനായി മാറുന്നത്. മനസ്സിലാവുന്നില്ല? ഇതാണ് നമുക്കത് മനസ്സിലാവുന്ന ഒരു ഹിക്മത്ത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ബാക്കി രണ്ട് ചരിത്രങ്ങളും കൂടിയുണ്ട്. ആ യാത്ര ഇനിയും തുടരുന്നുണ്ട്. അപ്പൊ ആകെല്ലാം സൂറത്തുൽ കഹ്ഫ് വ്യക്തമായിട്ട് നസ്സിയായിട്ട്